ഞാൻ കുറെ നേരമായിട്ട് നിങ്ങളെ കാത്തു നിൽക്കാണ്. എന്താ കാര്യം? നിങ്ങൾ കുറെ ലോറിയിലൊക്കെ ഓടിയതല്ലേ, എന്നെ ഏതെങ്കിലും ലോറി ക്ലീനർ ആക്കി വിടുവോ? അത് വേണ നിനക്ക് നാട്ടിൽ വേറെ നീ ജോലി നോക്കൂടെ? നാട്ടിലൊന്നും പണി സെറ്റ് ആവില്ലാന്ന്. ഉണ്ടെങ്കിൽ തന്നെ ആഴ്ചയിൽ 1-2 ദിവസം പണിയുള്ളൂ. ഇതാകുമ്പോ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത് അതിന് വണ്ടി കയറാലോ. അതൊക്കെ നല്ല തന്നെ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഈ ലോറി ഡ്രൈവർമാർക്ക് ജോലി സമയമില്ല, എന്നിട്ടോ അതിനുള്ള കൂലി ഉണ്ടോ? അതും ഇല്ല. എന്റെ ഒരു സുഹൃത്ത് പറയുന്നത് ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ 2000-3000 കിട്ടുന്നതാണോ. ഇതൊക്കെയാണ് നിങ്ങളെ പോലുള്ളവരുടെ പ്രശ്നം. വല്ലവന്റെ വാക്ക് കേട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങും. ഈ 2000-3000 ഒക്കെ കിട്ടുമ്പോഴേ അതിന്റെ പിന്നിലുള്ള അധ്വാനത്തെ കുറിച്ചൊന്നും ആരും പറയില്ല. ഈ ട്രിപ്പ് അവസാനിക്കാനായിട്ട് 24 മണിക്കൂർ തികയാണ്ട് വരും. അപ്പൊ ആഴ്ചയിൽ ഒരു 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റുക? 10,000 അല്ലേ? ശരി, നീ വാ, നമുക്കൊരു ചായ കുടിക്കാം. വാ. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ടാവാല്ലേ? രാവിലത്തെ ഒരു 2 ചായയും അതിനുള്ള കടി എന്താ വെച്ചാൽ എടുത്തോ. ശരിക്കും എടുക്കാം. നീ എന്താ ചോദിച്ച് 10,000 രൂപ ആഴ്ചയിൽ കിട്ടുമെന്ന് അല്ലേ? അല്ല, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്ടാ. അതൊന്നും കുഴപ്പമില്ലടാ, ഞാൻ പറഞ്ഞുതരാം. 10,000 രൂപ ഒരു ആഴ്ചയിൽ ഡ്രൈവറിന് കിട്ടണമെങ്കിൽ ആ വണ്ടി മിനിമം ഒരു 50,000 രൂപയ്ക്കെങ്കിലും ഓടണം. ഇങ്ങനെ 50,000 രൂപയ്ക്ക് ഓടണമെങ്കിൽ ആ ഡ്രൈവർ ഒരു ആഴ്ചയിൽ കുറച്ച് സമയം ഉറങ്ങിണ്ടാവുള്ളൂ. ഇനി ഇത്രയും ഉറക്കമൊഴിച്ച് ഓടിയിട്ട് ഈ കിട്ടുന്ന കൂലിന്ന് ഭക്ഷണത്തിന്റെ ചെലവ് അത് നോക്കണ്ടേ? അപ്പൊ അതെത്ര വരും? ഹോട്ടൽ ഭക്ഷണമാണെങ്കിൽ ഒരു 2,000 രൂപ വരും ആഴ്ചക്ക്. വെച്ച് കഴിക്കണമെങ്കിൽ കുറവേ വരുള്ളൂ. പക്ഷെ അതിനൊക്കെ അവിടെ നിന്ന് നേരം ആകെ മൊത്തം കണക്ക് കൂട്ടിയ ചെലവും കഴിഞ്ഞ് കഷ്ടിച്ചൊരു 30,000 രൂപ കിട്ടില്ല. അതും കഷ്ടപ്പാടും കൂടുതൽ. ഇനി ഇതിനൊക്കെ രസമുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ലോറികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാടകയില്ലേ, ഇത് തന്നെ 15 കൊല്ലം മുമ്പുള്ള വാടകയാണ്. ₹1 കുറയാന്നല്ലാണ്ട് കൂടിയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിനക്ക് കിട്ടിയില്ലേ? വെറുതെ അല്ല ഓരോ ഡ്രൈവർമാർ ഈ പണി നിർത്തിട്ട് ഗൾഫിൽ പോണു അല്ലേ? ഇനി ഇതിലും എളുപ്പത്തിൽ നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മള് ഒരു ചായയും കടിയും കഴിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കണം? 30 രൂപ കൊടുക്കണം. ഇത് 15 കൊല്ലം മുന്നാണെങ്കിലോ ഒരു 10 രൂപയ്ക്ക് കഴിക്കാൻ പറ്റില്ലേ? ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. എല്ലാത്തിന്റെയും വിലയിലും വാടകയിലും ഒക്കെ മാറ്റം വന്നു. പക്ഷെ ലോറി വാടക മാത്രം കൂടിയിട്ടില്ല.